2017 ദുബായ്ക്കുള്ള എല്ലാ പ്ലാനിങ്ങും പ്രിപ്പറേഷനും തീർന്നിട്ട് ആ സമയത്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത്. അങ്ങനെ ആ ട്രിപ്പ് മുടങ്ങിപ്പോയി. അതിനുശേഷം ഇന്നാണ് നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടുന്നത്. സോ അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഈ ദിവസങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 2 നമ്മൾ നേരെ പോകുന്നത് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം എന്ന് പറയുന്ന ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അതിനും അടിപൊളി ഇതുപോലത്തെ ഒരു ബാഡ്ജ് എല്ലാവർക്കും ധരിക്കാനായിട്ട് തന്നു. അതായിരുന്നു അതിൻ്റെ എൻട്രി ടിക്കറ്റ് പോലെ. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തും സ്കാൻ ചെയ്ത് നമുക്ക് കയറിപ്പോവാം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കുറച്ചധികം കാലഘട്ടങ്ങൾക്ക് ശേഷം ലോകം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കൂടുതലും ഈ മ്യൂസിയത്തിൽ പറഞ്ഞിരുന്നത്. പല ഏരിയാസും പല ഭാഗങ്ങളും പല ഫ്ലോർസുമായിട്ട് ഈ മ്യൂസിയം തിരിച്ചിരുന്നു. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വാസ് ദിസ് വാസ് മോർ ലൈക്ക് എ സയൻസ് ലൈബ്രറി. ആക്ച്വലി 2000 ആൻഡ് മോർ സ്പെസിമെൻസിൻ്റെ കളക്ഷൻ ഇവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ഡെമോ ആണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഏതൊക്കെ സ്പെസിമെൻസ് ആണോ ഉള്ളത് എന്നുള്ളത് നമുക്കിതിൽ ഓരോ പിക്ചേഴ്സായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഉപകരണം വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ ഒരു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി, ഡീറ്റെയിൽ, എവറിത്തിങ് നമുക്ക് ഈ മെഷീനിൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എത്തിപ്പെട്ടത് ഇങ്ങനത്തെ ഒരു റൂമിൻ്റെ ഉള്ളിലേക്കായിരുന്നു. ഫുൾ സൈഡിൽ നമുക്ക് LED സ്ക്രീനുകളും അതിൻ്റെ ഉള്ളിൽ ഒരു മാജിക്കൽ വേൾഡിലേക്ക് നമ്മൾ ചെന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്ലേ ഏരിയകൾ, പ്ലേ ഫ്ലോറുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പലതരം കളികൾ കുട്ടികൾക്കായിട്ട്. അതുപോലെ ഒരു എക്സിറ്റ് പോയിൻ്റ്, ഒരു നമ്മൾ പറയില്ലേ, ഒരു ടെറസ് പോലെ ആ ഹോൾ ബിൽഡിങ്ങിൻ്റെ നടുവ് ഭാഗത്തേക്ക് നമുക്കൊരു എൻട്രൻസ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബിൽഡിങ് നമ്മുടെ മുകളിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഫുൾ റൗണ്ട് വ്യൂ കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ പോയത് അത്യാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറേ ഷോപ്സ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് അധികം പർച്ചേസ് ഒന്നും ചെയ്തില്ല. ബട്ട് കുറേ കാണാനുണ്ടായിരുന്നു. കുറേ ആൻറ്റീക്ക് സാധനങ്ങൾ, ജൂവലറീസ്, പിന്നെ ഷോള്, കഫ്താൻസ്, കുറേ ഐറ്റംസ് നമുക്ക്, പിന്നെ ഊത്, പെർഫ്യൂംസ്, വാട്ട് നോട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കാണാനുണ്ടായിരുന്നു. കണ്ണിന് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റായിരുന്നു. ഐ thoroughly enjoyed walking through the streets. അയ്യോ, ഇത് നീയായിരുന്നോ? എവിടെ ക്യാമറ വെച്ചാലും നല്ല അടിപൊളി ഫ്രെയിംസ് കാണാൻ മാത്രമുള്ളൊരു സ്ഥലമാട്ടോ. ഇവിടെ വാക്കിങ്ങിന് പോകാൻ മറക്കരുത്. അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത ഐറ്റം ടിക്ക് ചെയ്യാൻ. അതായിരുന്നു ഒട്ടക ബിരിയാണി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സ്പേസും ആംബിയൻസും അടിപൊളിയായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.